ഹായ് എവ്രി വൺ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം, അതായത് ഞങ്ങളുടെ ഗാർഡൻ ടൂർ അപ്ലോഡ് ചെയ്തപ്പം എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്തെന്ന് വെച്ചാൽ എൻ്റെ വോളിയം ഭയങ്കര ലോ ആയിരുന്നു എന്നാണ്. അത് ആക്ച്വലി ആ വീഡിയോയുടെ മൂഡിനനുസരിച്ചിട്ട് ഞാൻ കുറച്ച് സോഫ്റ്റായി സംസാരിച്ചതാണ്. പക്ഷെ എന്താ പറയുക, എൻ്റെ സോഫ്റ്റ്നെസ് കുറച്ച് കൂടിപ്പോയി. എന്തായാലും ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് മഞ്ഞളുടെ ഇല വെച്ചിട്ടുള്ളൊരു അടയാണ്. അപ്പോൾ ഞങ്ങളുടെ കൊളോക്കിയൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ മഞ്ഞ ചപ്ല അട. ഇതൊരു പലഹാരമാണ്. ഫ്രഷായിട്ട് മുറിച്ച ഇലകളെല്ലാം നല്ലോണം കഴുകി അതിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നല്ലോണം കഴുകി ഒരു ടവല് വെച്ച് ഉണക്കിയെടുക്കണം. 3 ചേരുവകളാണ് നമുക്ക് ഈ പലഹാരത്തിന് ആവശ്യമായിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങ, 2 കപ്പ് പത്തിരിപ്പൊടി, പിന്നെ 250 ഗ്രാം ശർക്കര. നമ്മളെടുത്തിരിക്കുന്ന ശർക്കര ഒരു പാത്രത്തിലേക്ക് ആക്കി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലോണം അലിയിപ്പിച്ചെടുക്കണം. അപ്പോൾ ശർക്കര എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ശർക്കര നല്ലോണം അലിഞ്ഞ് തിളച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് തേങ്ങ എടുക്കാം. അതിലേക്ക് ഈ അലിയിച്ച ശർക്കര ഫിൽറ്റർ ചെയ്ത് ഒഴിക്കാം. അപ്പം ഞാൻ ഇവിടെ ഫിൽറ്റർ ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാൽ ശർക്കരയിൽ പലതരം പൊടികളും ഉണ്ടാവലുണ്ട്. അതുകൊണ്ടാണ്. ശർക്കരയും തേങ്ങയും നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ശർക്കരൻ്റെ വെള്ളം വറ്റുന്നത് വരെ ഇതൊന്ന് വേവാൻ വെക്കാം. ഞങ്ങളുടെ കാസർഗോഡ് ഇവിടെ ശർക്കരേനെ പറയണത് ബെല്ലം എന്നാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന തേങ്ങയുടെയും ശർക്കരേൻ്റെയും മിക്സ്ചർ ഇതിനെ പറയണത് പണ്ടം എന്നാണ്. ബെല്ലം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഈ പണ്ടം പഞ്ചസാരയും കൊണ്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പണ്ടം റെഡിയായതിന് ശേഷം ഞാൻ 2 കപ്പ് പത്തിരിപ്പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ലേശം ഉപ്പിട്ട് നല്ലോണം കുഴച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ ഒരു നോർമൽ കൺസിസ്റ്റൻസിയിൽ, അതായത് ഭയങ്കര ഉറപ്പുമല്ല ഭയങ്കര ലൂസും അല്ലാത്ത കൺസിസ്റ്റൻസിയിൽ നല്ലോണം കുഴച്ചെടുക്കുക. ഇനിയാണ് ടാസ്ക്. ഇനി നമ്മൾ ഇത് ഇലയിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ പത്തിരിക്കൊക്കെ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വലിയ ബോൾസ് നീളത്തിലാക്കിയിട്ട് ഇലേൻ്റെ നടുവിൽ വെച്ചിട്ട് അതിൻ്റെ ഓരോ സൈഡിലേക്കും ഇതിനെ പരത്തി എടുക്കണം. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പണ്ടം ഇതിലേക്ക് നീളത്തിൽ ഇട്ട് കൊടുക്കുക. ഇലൻ്റെ 2 അറ്റവും കൂട്ടി യോജിപ്പിച്ചിട്ട് ഇല നല്ലോണം അടക്കുക. ഇലയെല്ലാം റെഡിയായതിന് ശേഷം ഒരു സ്റ്റീമർ എടുത്തിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് എല്ലാ അടകളും വെച്ചു കൊടുക്കാം. നമ്മളിത് ഏകദേശം 10 മിനിറ്റ് സ്റ്റീം ചെയ്യേണ്ടി വരും. അപ്പോൾ അട റെഡിയായി എന്ന് അറിയാൻ ഇലൻ്റെ കളറ് മാറിയാൽ മതി. മഞ്ഞ ചപ്ല അപ്പത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ മണമാണ്. മഞ്ഞൾ ഇലൻ്റെ മണം. അത് നമ്മൾ സ്റ്റീമർ തുറക്കുമ്പോൾ തന്നെ ഈ മണം നമുക്ക് നല്ലോണം അടിക്കും.
അങ്ങനെ നമ്മുടെ മഞ്ഞ ചപ്ല അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതിന് അത്രത്തോളം ടേസ്റ്റുമാണ്. കാസർഗോഡുകാർ ഏകദേശം എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു അപ്പമാണിത്. പക്ഷെ നിങ്ങളിത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.